RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന കരവാവോ കപ്പിന്റെ സെമി ഫൈനലില് വെംബ്ലിയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആഴ്സണൽ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ട് ഒന്നാം പാദ മത്സരത്തിൽ 3-2 ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ആഴ്സണൽ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഫുൾ റസ്ലിംഗ് എന്നെ മോനെ, റസ്ലിംഗ് എമ്മാതിരി പിടി വലി ഉന്ത് തള്ള് കുത്തി മറി എന്ന് പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല. ഫിസിക്കൽ ഗെയിം എന്ന് പറഞ്ഞാൽ ഇമാതിരി ഒരു ഫിസിക്കൽ ഗെയിം കണ്ടിട്ടില്ല. രണ്ട് ടീമുകളും ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് 90 മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ പോരാടുക എന്ന് പറയില്ല, അങ്ങനത്തെ അറ്റാക്കുകളും കൗണ്ടറുകളും അതേപോലെ ഡിഫൻസും അതേപോലെ ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. പക്ഷെ 90 മിനിറ്റ് ഗോളുകളൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോഴും ആഴ്സണലാണ് ലീഡ് ചെയ്യുന്നത്. എവേ മത്സരത്തിൽ അവർ 3-2 വിജയം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വന്നിട്ട് ചെൽസി ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ആഗ്രഹിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ചെൽസി ഒരു ഗോൾ അടിച്ചിട്ട് സമനില 3-3 സമനിലയിൽ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകും, പിന്നെ ഒരു പെനാൾട്ടി, ഇതൊക്കെ കാണാനുള്ള ഒരു ഇതിലായിരുന്നു ഇരുന്നത്. എന്താന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ബാഴ്സലോണയുടെ കളി നടക്കുന്നുണ്ട്, അതും സൈഡിലൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റാത്തതിലൊരു സങ്കടമുണ്ട്. പക്ഷേ ചെൽസി അത്യാവശ്യം ഒക്കെ നോക്കി, പക്ഷേ രക്ഷയുണ്ടായിരുന്നില്ല. ആഴ്സണലിന്റെ ഡിഫൻസിന് മുന്നിൽ മാതിരി ഡിഫൻസ് ഇടും. ഇവരെ കൊണ്ട് കാലുകൊണ്ട് പറ്റിയില്ലെങ്കിൽ കൈകൊണ്ട് പറ്റിയില്ലെങ്കിൽ ശരീരം കൊണ്ട് എമ്മാതിരി ഫൈറ്റാണ് കൊടുക്കുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള ഫൈറ്റ് ഇവരും ഫിസിക്കലി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെൽസി. അങ്ങനെ രണ്ട് ടീമുകൾക്കും ബാക്കി നിർഭാഗ്യങ്ങളിലെ കുറെ ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിടിലൻ 2-3 ഷോട്ടുകൾ രണ്ട് ഗോൾ കീപ്പർമാർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന 97-ാം മിനിറ്റിൽ ഹെവേർട്സിന്റെ ഒരു കിടിലൻ ഗോളിൽ സാഞ്ചസിനെ അങ്ങനെ ഗ്രൗണ്ടിൽ പെനാൽറ്റി ബോക്സിൽ കിടത്തിയിട്ടാണ് ഗോൾ അടിച്ചു കൊടുത്തത്. പഴയ ചെൽസിക്കാരനാണ്, പക്ഷേ ഗോൾ അടിച്ചിട്ട് സെലിബ്രേഷൻ ആ ആഴ്സണലിന്റെ ബാഡ്ജും തൂക്കി പിടിക്കും. ഇപ്പൊ പരിക്ക് പറ്റിയിട്ട് വന്നിട്ട് രണ്ട് കളിയിലും കിട്ടിയ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ കളി മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ടുണ്ട്, ഈ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ടുണ്ട്. എന്താ കളി! അങ്ങനെ അവസാനം ഗോളും അടിച്ച് 4-2 മിന്നുന്ന വിജയത്തിലാണ് അവർ വെംബ്ലിയിലേക്ക് ട്രെയിൻ കയറിയിരിക്കുന്നത്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന അടുത്ത മത്സരത്തിൽ ആരായിരിക്കും വെംബ്ലിയിലേക്ക് വണ്ടി പിടിക്കാന്ന്? ന്യൂകാസിൽ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് മത്സരം. മാഞ്ചസ്റ്റർ സിറ്റി 2-0 വിജയിച്ച് നിൽക്കുകയാണ്. സിറ്റി ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടാണ് 2-0 അവർ പരാജയപ്പെടുത്തി. അപ്പൊ എന്തായാലും നാളത്തെ മത്സരത്തിൽ മിക്കവാറും സിറ്റി തന്നെ ആയിരിക്കും വരാൻ ചാൻസ്, പറയാൻ പറ്റില്ല. ന്യൂകാസിൽ യുണൈറ്റഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ പെൻഡിങ് ചാമ്പ്യന്മാരാണ്. അപ്പൊ അതുകൂടി ഒന്ന് ആലോചിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ലിവർപൂളിനെ പരാജയപ്പെടുത്തിട്ടാണ് ഒരു ഫൈനലിൽ ട്രോഫി സ്വന്തമാക്കുന്നത്. അപ്പൊ എന്തായാലും നാളത്തെ മത്സരം വരെ കാത്തിരിക്കാം. നാളത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 1:30, നാളെ പുലർച്ചയ്ക്കാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ പോലെ ഒരു മത്സരമായിരിക്കില്ല ഇരിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ സിറ്റി ഒരു 2-3 ഗോളിന് 3-2, 3-1 അങ്ങനത്തെ സ്കോറിനൊക്കെ ജയിക്കായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് കളിയിലേക്ക് വരണേ. കളിയിൽ ആഴ്സണലിന്റെ കളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഡിഫൻസ് ആണെങ്കിൽ ഡിഫൻസ്, അറ്റാക്കിംഗ് ആണ് അറ്റാക്കിംഗ്. അവർ ഒരുപാട് ഗോൾ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാർട്ടിനെല്ലിക്ക് ഒരു കിട്ടുന്ന അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല അവസരങ്ങളൊക്കെ രണ്ട് ടീമിനും അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഗോളാക്കി മാറ്റാൻ മാത്രം പറ്റില്ല. അങ്ങനെ ആർട്ടറ്റയുടെ കീഴിൽ രണ്ടാമത്തെ ഫൈനൽ കളിക്കാൻ പോവാണ് ആഴ്സണലിൽ. അപ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നോ കണ്ട് തന്നെ അറിയണം. എന്താ പറഞ്ഞാൽ അടുത്ത മാസം മാർച്ച് 22 നടക്കുന്ന വെംബ്ലിയിൽ നടക്കുന്ന ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിരിക്കോ ന്യൂകാസിൽ യുണൈറ്റഡ് ആയിരിക്കോ എന്ന് കണ്ട് തന്നെ അറിയണം. ന്യൂകാസിൽ യുണൈറ്റഡ് ആവാൻ ചാൻസ് കുറവാണ്, എന്നാലും സിറ്റി ആണെങ്കിൽ ഒരു കിടിലം മത്സരം തന്നെയായിരിക്കും. ആഴ്സണൽ വിസസ് സിറ്റി അതൊരു തീപ്പാറിയ പോരാട്ടം തന്നെയായിരിക്കും. ആർട്ടറ്റയും പെപ്പ് ഗാർഡിയോളും തമ്മിലുള്ള, എന്താ പറഞ്ഞാൽ പെപ്പ് ഗാർഡിയോളുടെ കീഴിലുണ്ടായിരുന്ന ആർട്ടറ്റയും അങ്ങനെ പെപ്പും കൂടിയിട്ട് ഒരു മത്സരം വരുമ്പോൾ അതെന്തായാലും തീപ്പാറെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്ന എല്ലാ ഫുട്ബോൾ പ്രേമികളും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകളുടെയും പെർഫോമൻസ് ഈ ഇതിൽ നോക്കി കർവാവ് കപ്പിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 2-0 ഇപ്പൊ ന്യൂകാസലിനെ പരാജയപ്പെടുത്തിയിട്ടാണ് 1-ാം ലെഗിൽ. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരത്തിൽ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് വെച്ച് നടക്കുന്ന മത്സരം. അപ്പൊ എന്തായാലും തീപ്പാറെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ മത്സരം കൂടി കഴിഞ്ഞാൽ മാർച്ച് 22 നടക്കുന്ന ഫൈനലിൽ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും കപ്പടിക്കുക? ആഴ്സണൽ ഈ സീസണിൽ മിന്നു ഫോമിനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പിൽ നിൽക്കുന്നത്, 8 വിജയിച്ചിട്ട് അവര് ടോപ്പിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 6 പോയിന്റോളം ലീഡിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയും ആസ്റ്റൺ വില്ലയൊക്കെ ആയിട്ട് 1-2 സ്ഥാനക്കാർ 2-3 സ്ഥാനക്കാരായിട്ടൊക്കെ ആഴ്സണലിൽ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റാക്ക് ഒന്ന് കാലിടറിയിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും തിരിച്ചു വരുവാണ്. സെറ്റ് പീസുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇന്ന് ചെൽസി തടഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന 90+7 മിനിറ്റിൽ ആ ഒരു ഗോൾ വന്നു കൂടിയിട്ട് ചെൽസിയുടെ നെഞ്ഞത്ത് അവസാന താണി അടിച്ചിട്ട് ആഴ്സണൽ പോവാണ്. എന്തായാലും ചെൽസിയുടെ പുതിയ മാനേജറിന്റെ കീഴിൽ 5 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചിട്ട് വരണം അവർ, തോൽവി അറിയാതെ.
അവസാനം തോറ്റിട്ട് കരബാവോ കപ്പിൽ തോറ്റിട്ട് പോവുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നല്ല പെർഫോമൻസ് ഒക്കെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 5ാം സ്ഥാനത്തൊക്കെ ഉണ്ട്. അവിടെ 1, 2, 3 വിലയില്ല. അവിടെ ഇപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് 4ാം സ്ഥാനത്തിലാണ്. ആഴ്സണൽ ഫൈനലിലെത്തിയ വഴികൾ നോക്കുകയാണെങ്കിൽ പ്രീ ക്വാർട്ടറിൽ ബ്രൈറ്റനെ 2-0 പരാജയപ്പെടുത്തിയിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക് വരുന്നത്. അവിടെ ക്രിസ്റ്റൽ പാലസ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് 3-0 പരാജയപ്പെടുത്തി ശക്തരായിട്ട് വരുന്നത്. പക്ഷേ ആഴ്സണൽ ക്രിസ്റ്റൽ പാലസുള്ള മത്സരത്തിൽ 1-1 സമനിലയായിരുന്നു. കിഡിലൻ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 8-7 ആഴ്സണൽ വിജയിച്ചിട്ട് സെമിഫൈനലിൽ എത്തുന്നത്. സെമിഫൈനലാണെങ്കിൽ കിട്ടിയത് ചെൽസിയാണ്. ചെൽസിയെ 1ാം ഭാഗത്തിൽ 3-2 പരാജയപ്പെടുത്തിയപ്പോൾ, ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയി പരാജയപ്പെടുത്തിയപ്പോൾ അടുത്ത മത്സരത്തിൽ ഒരു ഗോൾ കൂടെ അടിച്ച് 4-2 ഗംഭീര വിജയത്തിലാണ് ഇവർ ഫൈനലെത്തുന്നത്. എനിക്ക് തോന്നുന്നു ചെൽസിയുടെ കോച്ച് ഇന്ന് കണ്ണാടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ചൊരു കമന്ററി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആളുടെ വിഷനൊക്കെ ഇന്ന് എന്തൊക്കെയോ പാളിപ്പോയി എന്നൊരു തോന്നലുണ്ട്. അത് എത്രമാത്രം ശരിയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, കോമഡി ആയിട്ട്. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ 6 ഷോട്ടുകളാണ് ആഴ്സണൽ ഈ 97 മിനിറ്റുകളിൽ എടുത്തുള്ളത്. അതിൽ 2 മാത്രം ഓൺ ടാർഗറ്റിൽ വന്നിട്ടുള്ളൂ. 11 ഷോട്ടുകൾ ചെൽസി എടുത്തിട്ടുണ്ട്. അതിൽ വെറും 2 മാത്രം ഓൺ ടാർഗറ്റിലേക്ക് വന്നിട്ടുള്ളൂ. കളികൾ മൊത്തം നടന്നുകൊണ്ടിരുന്ന ഈ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ കടന്ന് ഇവരുടെ പെനാൽറ്റി ബോക്സ് വരെ വരും, അതേപോലെ ഇവരുടെ പെനാൽറ്റി ബോക്സ് വരെ വരും. ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബോള് പ്രസ്സിങ് എന്ന് പറഞ്ഞാൽ 2 ടീമുകളെ എമ്മാതിരി പ്രസ്സിങ്. എങ്ങാനും ഈ കളിയൊക്കെ ലാലിഗിൽ നടക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ടീമിന് 2 റെഡ് കാർഡ്, ഈ 2 റെഡ് കാർഡ് ഇനി കിട്ടാതെ ഈ കളികൾ റഫറിമാർ അവസാനിപ്പിക്കില്ല. അതിനുള്ള എല്ലാ ഫോളോ അറ്റംപ്റ്റുകളും ഉണ്ടായിരുന്നു 2 ടീമിന്റെ ഭാഗത്തും. എടുത്ത് എറിയലും കുത്തലും തള്ളലൊക്കെ ആയിരുന്നു. അങ്ങനെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ആഴ്സണൽ 45% പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ 55% ചെൽസിയുടെ ഭാഗത്ത് പൊസിഷൻ ഉണ്ടായിരുന്നു. 11 ഫൗളുകൾ ആഴ്സണൽ കമ്മിറ്റ് ചെയ്തപ്പോൾ 8 ഫൗളുകൾ ചെൽസി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കാർഡ് ആഴ്സണൽ കിട്ടിയപ്പോൾ 3 യെല്ലോ കാർഡ് ചെൽസി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 ടീമും ഓരോ 1. അതേപോലെ സെറ്റ് പീസിൽ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 2 കോർണേഴ്സ് മാത്രം ആഴ്സണൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 5 കോർണേഴ്സ് ചെൽസി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെൽസിക്ക് അവസരങ്ങൾ കുറച്ച് കൂടുതലാണ് കിട്ടിയത്. പക്ഷേ ബോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. ഗോൾ സ്കോർ ചെയ്യണം. ഞാനൊരു സമനിലയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. എന്താ പറഞ്ഞാൽ എക്സ്ട്രാ ടൈമിൽ ഒരു 30 മിനിറ്റ് കൂടി കളി കാണായിരുന്നു. പിന്നെ പെനാൽറ്റി ആണെങ്കിൽ പെനാൽറ്റി, അതിൽ കളി കാണുമ്പോൾ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആഴ്സണൽ ഈ സീസണിൽ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുതിപ്പ് അടുത്ത മാസം 22-ന് ഫൈനലിൽ സിറ്റിക്ക് മുന്നിൽ അവസാനിക്കുമോ അതോ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ട് കപ്പടിക്കുമോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.